ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ വീട്ടിലൊക്കെ ചപ്പാത്തിക്കും അതുപോലെ തന്നെ പൂരിക്കും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമ്മൾ ഗോതമ്പ് മാവ് കുഴച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൈ തൊടാതെ തന്നെ നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഗോതമ്പ് മാവ് കുഴച്ചെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യം എത്രയാണോ മാവ് വേണ്ടത് ആ മാവ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ അളവ് വെള്ളം വേണം അത് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് നിർത്തി അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കൈകൊണ്ട് തൊടാതെ തന്നെ നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ ചപ്പാത്തി മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു മാവ് കൊണ്ട് ഞാൻ നല്ലൊരു സ്നാക്സാണ് തയ്യാറാക്കുന്നത്. വൈകുന്നേരങ്ങളിൽ കട്ടൻ ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാവെല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുഴച്ചൊന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്ക തേങ്ങയും അതുപോലെ തന്നെ 2 വറ്റൽമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ആ ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങയും വറ്റൽമുളകും എല്ലാം കൂടി ആ മാവിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ മാവ് നല്ലതുപോലെ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്തിരി വെള്ളം ഒന്ന് തൊട്ടിയ ശേഷം നമുക്കിതിനെ ഒന്ന് ചെറിയ ബോൾസാക്കി എടുത്ത ശേഷം കൈവെള്ളയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ അലവാങ്ക എന്ന് പറഞ്ഞാൽ ഗോതമ്പ് വടയൊക്കെ വാങ്ങിക്കുമല്ലോ, ആ ഒരു വടയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്ന് വിധം നമുക്കൊന്ന് പരത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. കൈകൊണ്ട് നമുക്ക് മാവ് ഒന്നും കുഴച്ചെടുക്കാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഈ ചൂട് കാലത്തൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കിച്ചൺ ജോലികളൊക്കെ നമുക്ക് തീർത്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇതെല്ലാം ഒരു സൈഡൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ഉണക്ക തേങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ സ്നാക്സ് കഴിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു സ്നാക്സാണ്. ഇനി അടുത്ത ടിപ്സ് നമ്മളെ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ടിപ്സാണ് കേട്ടോ. നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ്. അധികം ഇത് തെളിഞ്ഞ കഞ്ഞിവെള്ളമല്ല, ഇത്തിരി കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 2-3 സ്പൂൺ കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൾഗേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വെള്ള കോൾഗേറ്റ് തന്നെ എടുക്കണം. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിനുശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ അതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ കോൾഗേറ്റ് കഞ്ഞിവെള്ളത്തിൽ നല്ലതുപോലെ മിക്സായി വരണം കേട്ടോ. അപ്പോൾ ആ കട്ടകളെല്ലാം ഒന്ന് മാറ്റിയ ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കോൾഗേറ്റ് കൊണ്ടുള്ള കുറേ ടിപ്സുകൾ ഞാൻ ഇതിനു മുമ്പേ കാണിച്ചിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇത് സിങ്കിൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്ന പൈപ്പിൽ അതുപോലെ തന്നെ വാഷ് ബേസിലൊക്കെ വെച്ചിരിക്കുന്ന ആ പൈപ്പിലൊക്കെ നിറയെ കറ പറ്റിയിരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പോയി കിട്ടി അതിൻ്റെ അഴുക്കെല്ലാം പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ പൈപ്പിലൊക്കെ നിറയെ പൊടിയും അഴുക്കും അതുപോലെ തന്നെ കറയൊക്കെ പറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്പോഞ്ച് സ്ക്രബ്ബർ ഉപയോഗിച്ച് ആ വെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ.
അപ്പം ഞാൻ ദാ ഇവിടെ ആ പൈപ്പിൻ്റെ 2 പൈപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇതിൽ സോപ്പോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ആ ഒരു കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ആ കോൾഗേറ്റും കൊണ്ടാണ് നമ്മളിതുപോലെ തേച്ച് കൊടുക്കുന്നത്. അത് തേക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നല്ലതുപോലെ വെളുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആ ഒരു സൈഡിൽ എല്ലായിടത്തും നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പൈപ്പിലൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ പൈപ്പിലൊക്കെ അഴുക്ക് പറ്റാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ പുതുപുത്തനായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലായിടത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. കണ്ടോ, കഴുകിയപ്പോൾ തന്നെ നല്ലതുപോലെ വെളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, നമ്മളെ വീട്ടിലുള്ള സിങ്ക് അതിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം കഴുകിയെടുക്കുകയാണെങ്കിൽ പുതിയതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കണം. നല്ലൊരു ടിപ്സാണ്, എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ നമ്മളെ മുഖവും അതുപോലെ തന്നെ കൈയൊക്കെ സംരക്ഷിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 2 സ്പൂൺ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമുക്കിതിലേക്ക് 2 എണ്ണം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതിന് മാത്രമല്ല കേട്ടോ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത്. നമ്മുടെ തലമുടിക്ക് ഏറ്റവും നല്ലൊരു ഹെൽത്തിയാണ് കഞ്ഞിവെള്ളം. നമ്മൾ തലയിലൊക്കെ താരനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമ്മൾ തലയിൽ നല്ലതുപോലെ പുളിച്ച കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം തലയിൽ മുടിയിലൊക്കെ തേച്ച ശേഷം ഒരു 10 മിനിറ്റ് ആയ ശേഷം കഴുകി കളയുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ താരനൊക്കെ മാറാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ 2 വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സ്പൂണ് കൊണ്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിനെ ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ കട്ടയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ ഒരു ദിവസം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ കട്ടയായി കിട്ടും. അപ്പോൾ ഇനിതാ ഇവിടെ നല്ലതുപോലെ കട്ടയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച ശേഷം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ ഇതിനെ ഒന്ന് ഇളക്കി വെള്ളം വീത്തി ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ കയ്യിലും മുഖത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ചൂട് സമയത്തൊക്കെ നമ്മുടെ കൈയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കാനും ആ ഒരു അത് നിറച്ച് കുരുവൊക്കെ വരുന്ന ഇതുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്സാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ചൂട് സമയത്തൊക്കെ ഇതുപോലെ കഞ്ഞിവെള്ളമൊക്കെ വെച്ച് നമ്മൾ ഇതുപോലെയൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ.